Hi friends, let's continue the activities of sliding. അല്ലെ നമ്മുടെ തേർഡ് യൂണിറ്റിലെ ഒരു ഗ്രാമർ പാർട്ട് ആക്ടിവിറ്റീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ മക്കളെ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നോക്കാം. ലെറ്റ്സ് കൺവേഴ്സ് ഒരു സംഭാഷണമാണ് കേട്ടോ. ഇന്റർവ്യൂവറും ശ്രീകാന്ത് ബോളയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. അപ്പൊ ശ്രീകാന്ത് എന്ത് പറയുന്നുണ്ട്? ഗുഡ് മോർണിംഗ്, hope we will have a fruitful time together. നമ്മൾ തമ്മിൽ നീ സംസാരിച്ചിട്ട് വളരെ ഒരു ഫലവത്തായിട്ടുള്ള ഒരു ദിവസമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്റർവ്യൂവർ, സാർ വുഡ് യു സേ ദാറ്റ് യുവർ ചൈൽഡ്ഹുഡ് വാസ് ഹാഡ് ടൈം ഫോർ യു. അപ്പൊ എന്ത് ചെയ്യാനും അല്ല, ശ്രീകാന്ത് പോലെ അത് പറയുമ്പോൾ ഇന്റർവ്യൂവർ എന്ത് പറയുന്നുണ്ട്? വുഡ് യു സേ ദാറ്റ് യുവർ ചൈൽഡ്ഹുഡ് വാസ് ഹാർഡ് ടൈം ഫോർ യു. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എത്രത്തോളം ഹാർഡായിരുന്നു നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പറയുമോ എന്നാണ്. അപ്പൊ ശ്രീകാന്ത്, ഓഫ് കോഴ്സ് മൈ ഫ്രണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ മൈ ബർത്ത് വാസ് എ ഷോക്ക് ടു മൈ പാരൻസ്. ഐ വാസ് ബോൺ ബ്ലൈൻഡ്, യു നോ. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയട്ടെ, എന്റെ ജനനം എന്ന് പറയുന്നത് എന്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഷോക്കായിരുന്നു. ഐ വാസ് ബോൺ ബ്ലൈൻഡ്, യു നോ. ഞാൻ ബ്ലൈൻഡ് ആയിട്ടാണ് ജനിച്ചത്, നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. From the conversation above, let's pick out some expression that you would use to seek information. ഇതിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലെയിനിങ് തിങ്സ്, സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, ആൻഡ് ടു കൺവിൻസ് അതേഴ്സ് അബൌട്ട് തിങ്സ്, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അതൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു സംഭാഷണം സീക്കിങ് ഇൻഫർമേഷൻസ് കിട്ടാനും ഒരാളെ കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ട് അല്ലെ. ഇൻഫർമേഷൻസ് കിട്ടാൻ നേരിട്ട് അതെന്താണ് ഇതെന്താണ് അങ്ങനെയാണ് നമ്മൾ അല്ലല്ലേ, നമ്മളിങ്ങനെ ചോദിക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെ. ഞാൻ കരുതുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അത് പറയുമായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങും അല്ലെ. അതുപോലെ ഞാൻ നിങ്ങളുടെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ അല്ലെ. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അത് ബെസ്റ്റ് ആയിട്ട് അത് ചെയ്തു എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ സീക്കിങ് ഇൻഫർമേഷൻസ് കിട്ടും അല്ലെ. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താന്ന് വെച്ചാൽ പറയാമോ, അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെ. അതുപോലെ കൺവിൻസ് ചെയ്യുന്ന ആളും പറയും നിങ്ങൾക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങും അല്ലെ. നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നത്, എനിക്ക് പ്രിഫറൻസ് ആയി തോന്നുന്നത്, മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ പല വേർഡുകളും യൂസ് ചെയ്യും. ഇതൊരു നമ്മൾ കോൺവെർസേഷനിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ടൈമിലൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഇത് മലയാളത്തിലൊക്കെ, അപ്പൊ ഇംഗ്ലീഷിലും ഇത് വരുമ്പോൾ ഇത് തന്നെയാണ് മീനിങ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് വരിക, പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു മാത്രം. അപ്പൊ ഇവിടെ സീക്കിങ് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി അന്വേഷിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് വുഡ് യു സേ ദാറ്റ് യുവർ ചൈൽഡ്ഹുഡ് വാസ് ഹാർഡ് ടൈം ഫോർ യു അല്ലെ. അത് ആ ഒരു ചൈൽഡ്ഹുഡ് ഈ ഒരു ഇതിലായതുകൊണ്ടാണ് ഈ ഒരൊറ്റ വേർഡ്സ് മാത്രം അവിടെ വരുന്നത് കേട്ടോ. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എത്രത്തോളം ഹാർഡായിരുന്നു എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ എന്ന് ചോദിക്കുകയാണ്. എക്സ്പ്ലെയിൻ ടു ട്രൈ ടു കൺവിൻസ്. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ്, തീർച്ചയായും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ മൈ ബർത്ത് വാസ് എ ഷോക്ക് ടു മൈ പാരൻസ്. ആദ്യം തന്നെ പറയട്ടെ, എന്റെ ബർത്ത് എന്തായിരുന്നു, എന്റെ പാരൻസിന് ഒരു ഷോക്കായിരുന്നു. അപ്പൊ ഈ ഫസ്റ്റ് ഓഫ് ഓൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ. ഐ വാസ് ബോൺ ബ്ലൈൻഡ്, യു നോ. ഈ ഒരു വേർഡ് ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിൻസിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഹിയർ ആർ സം എക്സ്പ്രഷൻ ദാറ്റ് വുഡ് ഹെൽപ്പ് യു ടു കണ്ടക്ട് ഇന്റർവ്യൂ, സർവേസ് ആൻഡ് കോൺവെർസേഷൻ. യു മേ ആഡ് മോർ ടു ലിസ്റ്റ്. ഇവിടെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് അതൊക്കെ നോക്കാം. നമ്മൾ കോൺവെർസേഷൻ വേണ്ടിയിട്ടും സർവേ ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സീക്ക് ഇൻഫർമേഷൻസ് ആദ്യം നോക്കാം. വുഡ് യു സേ ദാറ്റ് യുവർ ചൈൽഡ്ഹുഡ് വാസ് എ ഹാർഡ് ടൈം ഫോർ യു, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിൻ, നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, അങ്ങനെ പറയില്ലേ. കുഡ് യു ക്ലാരിഫൈ, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ. ആൻഡ് ക്യാൻ യു ബ്രേക്ക് ദാറ്റ് ഡൗൺ, അത് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയാം, അതൊന്ന് പറയാമോ എന്ന അർത്ഥത്തിലാണ് ഈ ബ്രേക്ക് ഡൗൺ എന്നൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഒരു വേർഡ് യൂസിങ് ആണ്, നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ വേർഡുകളാണ്. ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, കുഡ് യു എക്സ്പ്ലെയിൻ, എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നൊരു അർത്ഥത്തിൽ കേട്ടോ. then I would really appreciate if it you explain. ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശരിക്കും ഞാൻ നിങ്ങളെ മനസ്സറിഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ എക്സ്പ്ലെയിനിങ്ങിന്റെ ഭാഗം നോക്കാം. ഓഫ് കോഴ്സ് മൈ ഫ്രണ്ട്, തീർച്ചയായിട്ടും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു ഇതിൽ പറയുകയാണെങ്കിൽ ടു ക്ലാരിഫൈ, കറക്റ്റ് ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ദ റീസൺ ഈസ് ദാറ്റ്, അതിന്റെ കാരണം എന്തെന്നാൽ ലെറ്റ് മീ walk you through it, നമുക്ക് അതിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ, നമുക്ക് അതിന്റെ ആ ഭാഗത്തിലൂടെ ഒന്ന് പോയാലോ എന്നൊക്കെ പറയാനുണ്ടോ. Can you go into more details? അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് താങ്കൾ കിടക്കാമോ?
Can you go over that again? നിങ്ങൾ അതിനെ വീണ്ടും ഒന്നും കൂടെ അതിന്റെ മുകളിലോട്ട് ഓവറോൾ തന്നെ അതിന് കൂടുതൽ ഒന്നും കൂടെ പറയാം കേട്ടോ. മേ ഐ ആസ്ക് വൈ? ഞാൻ ചോദിച്ചോട്ടെ എന്തുകൊണ്ട്? ഹൗ ഡിഡ് യു ഫീൽ വെൻ? അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ആൻഡ് വാട്ട് ലെഡ് യു ടു ഡു? നിങ്ങൾ അതിലോട്ട് എന്താണ് നയിച്ചത്? കുഡ് യു ഷെയർ യുവർ എക്സ്പീരിയൻസ് ഓഫ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? വാട്ട് ചാലഞ്ചസ് ഡിഡ് യു ഫേസ്? എന്തൊക്കെ ചാലഞ്ചുകളാണ് നിങ്ങൾ ഫേസ് ചെയ്തത്? ഇതൊക്കെ സീക്കിംഗ് ഇൻഫോർമേഷൻസ് ആണ് കേട്ടോ. ഇനി അടുത്തത് ദ കീ പോയിന്റ് ഈസ് മെയിൻ പോയിന്റ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഹാസ് ബീൻ പ്രൂവൻ ദാറ്റ്. അത് പ്രൂവ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, അത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യു സി നിങ്ങൾ കാണുന്ന, നിങ്ങൾക്ക് മനസ്സിലായില്ല, അങ്ങനെ നമ്മൾ പറയും. യു സി നീ കാണുന്ന മനസ്സിലായില്ല ആ ഒരു അർത്ഥത്തിലാട്ടോ. ആക്ച്വലി യഥാർത്ഥത്തിൽ വാട്ട് ഐ മീൻസ്, ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയട്ടെ, ഐ വാസ് ബോൺ ബ്ലൈൻഡ്, യു നോ. ഞാൻ ബ്ലൈൻഡ് ആയിട്ടാണ്, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൺവിൻസിങ് എക്സ്പ്ലെയിനിങ്ങും ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ നോക്കാം. നൗ ഫിൽ ഇൻ ദ ബബിൾസ് ഇൻ ദ പിക്ചർ സ്റ്റോറി ഗിവൻ ബിലോ ചൂസിങ് അപ്രോപ്രിയേറ്റ് എക്സ്പ്രഷൻ. ഇങ്ങനെ ഒരു നിങ്ങൾക്ക് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ ഇവിടെ താഴെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. സാർ ഇവിടെ ചോദ്യമാണ്, ഡാഷ് വൈ ഡിഡ് യു തിങ്ക് ഓഫ് സ്റ്റാർട്ടിങ് ന്യൂ ബിസിനസ് പ്രൊജക്ട് അറ്റ് ദിസ്? ഈ ഒരു ഏജിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ്? അങ്ങനെ ചോദ്യമാണ്. അപ്പം വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിൻ? അതാണ് അവിടെ കൊടുക്കുന്നുണ്ട്. വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിൻ വൈ ഡിഡ് യു തിങ്ക് ഓഫ് സ്റ്റാർട്ടിങ് ന്യൂ ബിസിനസ് പ്രൊജക്ട്? നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഈ ഒരു ഏജിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഏജിൽ ഈ ഒരു പ്രൊജക്ട് തുടങ്ങിയതെന്ന്? അപ്പോൾ ഇദ്ദേഹം പറയാണ്, let me explain. It was always my ambition to start from now. Okay, ഞാൻ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഞാൻ പറയാം. ഇറ്റ് വാസ് ഓൾവേസ് മൈ ആംബിഷൻ ടു സ്റ്റാർട്ട് എ ഫാം. എൻ്റെ ഫാം തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു അംബിഷൻ ആയിരുന്നു. ആൻഡ് ടു ക്ലാരിഫൈ, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ദർ ഇസ് എ ഗ്രേറ്റ് ഡിമാൻഡ് ഈവൻ ഫ്രം ദ നിയർ ബൈ ടൗൺസ്. നിയർ ബൈ ടൗൺസിലൊക്കെ ഭയങ്കര ഡിമാൻഡ്സ് ഉണ്ട്. ദെൻ അടുത്തത്, കുഡ് യു ക്ലാരിഫൈ ഹൗ did you find that there was a great demand for your farm? നിങ്ങൾ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാമോ? എങ്ങനെയാണ് അവിടെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയത്? അപ്പൊ അദ്ദേഹം പറയാണ്, ലെറ്റ് മീ വാക്ക് യു ത്രൂ. നമുക്ക് അതിലോട്ട് കിടക്കാം. ഐ വെന്റ് ടു ദ ടൗൺസ് ആൻഡ് വാക്ക് ടു ദ പീപ്പിൾ ദർ. ഐ ലേൺഡ് അബൌട്ട് ഓൾ ദെയർ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ്. അല്ലെ, എന്താണ് ഐ വെന്റ് ടു ദ ടൗൺസ് ആൻഡ് ടോക്ക് ടു പീപ്പിൾ? ആളുകളോട് സംസാരിച്ച് ടൗണിലൊക്കെ പോയിട്ട് അതിനെ കുറിച്ചുള്ള കൂടുതൽ നീഡ്സും ഡിമാൻഡ്സുകളൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുത്തു. നെക്സ്റ്റ്, ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ഇഫ് യു എക്സ്പ്ലെയിൻ. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് അവൈലബിൾ എൽസ്വെയർ ഹാവ് പെസ്റ്റിസൈഡ് ആൻഡ് പ്രിസർവേഷൻ ഫാർ അബോവ് ദ പെർമിറ്റഡ് ലെവൽ. വൈ ഇൻ യുവർ ഒപ്പീനിയൻ ദർ ഇസ് എ മച്ച് ഡിമാൻഡ് ഓഫ് യുവർ പ്രൊഡക്റ്റ്? നിങ്ങളുടെ പ്രൊഡക്റ്റിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അപ്പൊ അദ്ദേഹം പറയുന്നത്, കീ പോയിന്റ് ഈസ് പെസ്റ്റിസൈഡ്സ് ഫ്രീ പ്രൊഡക്റ്റ് ആർ സേഫർ ആൻഡ് ഹെൽത്തിയർ. Most of the products available elsewhere have pesticide and preservatives far above the permitted level എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു സംഭാഷണ മോഡലാണ് ഇത്. ഈ പറഞ്ഞ പോലെ ആ ഒരു വാക്കുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ കൂടുതലും. ദെൻ can you go into more details? What techniques of farming do you follow? അല്ലേ, നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അദ്ദേഹം പറയണം, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, പെസ്റ്റിസൈഡ്സ് നോട്ട് ഓൺലി എഫക്ട് ഇൻസെക്ട് ബട്ട് ദ എൻറ്റയർ എൻവയോൺമെന്റ് ആൻഡ് us too. Our farm will follow organic farming practices like hydroponic mixed cropping. like അല്ലെ, അദ്ദേഹത്തിന്റെ ഫാം എന്താണ്, ഈ പറഞ്ഞ പോലെ വിഷവസ്തുക്കളൊന്നും യൂസ് ചെയ്യാത്ത ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതിൽ ഹൈഡ്രോപോണിക്, മിക്സ്ഡ് ക്രോപ്പിംഗ്, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ക്ലിയർ? Then let's team up. Then ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആണ് കേട്ടോ മക്കളെ. Then നോക്കാം, you have come to know the social entrepreneurship is a solution to many of the problems of the world. നിങ്ങൾക്കറിയാം അല്ലെ, സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ ആണ്. As the Padman has mentioned, education is not for seeking jobs but to find the solution to problems of the society. അല്ലെ, പാഡ്മാൻ മെൻഷൻ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഫോർ ദ സീക്കിംഗ് ജോബ്സ്. അല്ലെ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോലി അന്വേഷിക്കാനുള്ള ഒരു കാര്യമല്ല, ബട്ട് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. സൊസൈറ്റിയുടെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാനും സൊല്യൂഷൻസ് കൊടുക്കാനുള്ളതാണ്. ഇസ് ദർ എനിത്തിങ് വി ക്യാൻ do in our part? Let's do our 4 groups in the class. അല്ലെ, ക്ലാസ്സിൽ ഒരു 4 ഗ്രൂപ്പൊക്കെ തിരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സൊസൈറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. അങ്ങനെ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അത് എന്തായി മാറും മക്കളെ? ഒരു പുതിയ സോഷ്യൽ ഓണ്ടർപ്രണർ ആയിട്ട് മാറും അല്ലേ. നോക്കാം,
അപ്പൊ അത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വെറുതെ അങ്ങ് നാട്ടിലോട്ട് ഇറങ്ങി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചിട്ട് കാര്യമുണ്ട് ഇല്ല, അതിനൊക്കെ കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. നോക്കാം. സ്റ്റെപ്പ് 1, യു മേ കണ്ടക്ട് എ സർവേ ഓൺ മാർക്കറ്റ് ഡിമാൻഡ്സ്. ഈച്ച് ഗ്രൂപ്പ് മേ ചൂസ് വൺ ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അല്ലെ, ആദ്യം തന്നെ കുറെ മാർക്കറ്റിൽ ഇപ്പൊ ഡിമാൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആളുകളുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം, സോർട്ട് ഔട്ട് ചെയ്യണം. അപ്പൊ സെക്ടർ 1 ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഒരു വലിയ വിഷയമാണ് അല്ലെ, നല്ല ഫുഡ് നല്ല വെള്ളം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സെക്ടർ 2 ഹോം ആൻഡ് ഇന്റീരിയർ, വീടും ഇന്റീരിയറിനെ കുറിച്ചും വേണമെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് നോക്കാം. സെക്ടർ 3 ആയിട്ട് വരുന്നത് ഫാഷൻ ആൻഡ് ക്ലോത്തിങ് ട്രെൻഡ് അല്ലെ, നമ്മുടെ ഡ്രസ്സുകളുടെ ഫാഷനെ കുറിച്ചും ക്ലോത്തിങ് ട്രെൻഡ്സിനെ കുറിച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണാം. സെക്ടർ 4 കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഡിജിറ്റൽ ലിറ്ററസി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ കുറിച്ച് കാണാം. സെക്ടർ 5 ട്രാവൽ ആൻഡ് ടൂറിസം, ആ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കാം. സെക്ടർ 6 എന്റർടൈൻമെന്റ് ഇല്ലേ, അത് വലിയ കാര്യമാണല്ലോ മക്കളെ, ആ ഒരു മേഖലയിൽ എന്തെങ്കിലും വിനോദ മേഖലയിലൊക്കെ പ്രശ്നങ്ങളുണ്ടോ നോക്കാം. സെക്ടർ 7 ഹെൽത്ത് കെയർ ഓഫ് ദ വീക്ക് ആൻഡ് എൽഡർലി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ മേഖലയിലൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് കണ്ടെത്തേണ്ടത്. Then prepare a questionnaire for the survey including questions relating the problem, availability, demand, supply and public opinion. ഒരുപാട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. അതിന്റെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ടും അതിന്റെ ഡിമാൻഡിനെ കുറിച്ചിട്ടും അതുപോലെ അതിന്റെ സപ്ലൈനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. ദെൻ ചൂസ് എ സാമ്പിൾ ഫ്രം യുവർ നൈബർഹുഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അയൽഭാഗത്തു നിന്നൊക്കെ കുറിച്ചിട്ടുള്ള സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യുക. ദെൻ ഡിസ്കസ് ദ ഫൈൻഡിങ്സ് ഇൻ ഗ്രൂപ്പ്സ്, സജസ്റ്റ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ്. നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്നിട്ട് പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താം. ആൻഡ് പ്രിപ്പയർ ദ സർവേ റിപ്പോർട്ട്. എന്നിട്ട് ലാസ്റ്റ് സർവേ റിപ്പോർട്ട് അങ്ങ് തയ്യാറാക്കാം മക്കളെ. അതോടുകൂടി കാര്യം കഴിയും അല്ലെ. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഒരു ടൈറ്റിലാണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ബോഡി ഓഫ് ദ റിപ്പോർട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ. ഇതാണ് സർവേ റിപ്പോർട്ട്. ഇനി ഇവിടെ ഒരു സർവേ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ തന്ന പോലെ തന്നെ ടൈറ്റിലും ഇൻട്രൊഡക്ഷനും ബോഡി ഓഫ് ദ റിപ്പോർട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള വിഷയം എന്നത് എൻഷുറിങ് സേഫ് ആൻഡ് അഫോർഡബിൾ ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ യുവർ ലൊക്കാലിറ്റി അല്ലെ. നല്ല സേഫ് ആയിട്ടുള്ള ഫുഡ്, വിഷമൊന്നും ചേർക്കാത്ത ഫുഡ് ആളുകളിലോട്ട് എത്തുന്നുണ്ടോ, അവർക്ക് ലഭ്യമായിട്ടുള്ള വിലയിൽ അത് കിട്ടുന്നുണ്ടോ, അവരെ കൊണ്ട് താങ്ങാവുന്ന വിലയിൽ അത് കിട്ടുന്നുണ്ടോ എന്നും. ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ യുവർ ലൊക്കാലിറ്റി, വെള്ളം, കുടിവെള്ളം ആ ലൊക്കാലിറ്റിയിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വിഷയം. ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. Social entrepreneurship focus on the solving real life problems with innovative and sustainable ideas അല്ലെ. സോഷ്യൽ എന്റർപ്രണർഷിപ്പ്, സാമൂഹികമായിട്ടുള്ള സംരംഭകർ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, സോൾവിങ് റിയൽ ലൈഫ് പ്രോബ്ലംസ് ആണ് അല്ലെ. മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന റിയൽ ലൈഫ് പ്രോബ്ലംസിനെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. വൺ മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ മെനി പീപ്പിൾ ഈസ് ആക്സസ് ടു സേഫ് ഫുഡ്. വലിയൊരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, സേഫ് ഫുഡും ഡ്രിങ്കിങ് വാട്ടറും, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. This survey was conducted to understand the availability, demand and public opinion regarding food and water safety in our locality. ഈ സർവേ എന്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, അവൈലബിലിറ്റിയെ കുറിച്ച്, സാധ്യതകൾ, ലഭ്യതയെ കുറിച്ച്, ആൻഡ് ഡിമാൻഡ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ റിഗാർഡ് ദ ഫുഡ് വാട്ടർ സേഫ്റ്റി ഇൻ അവർ ലൊക്കാലിറ്റിയിലെ പബ്ലിക് ആയിട്ടുള്ള വെള്ളത്തിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബോഡി ഓഫ് ദ റിപ്പോർട്ട്. ഇനി ബോഡി ഓഫ് ദ റിപ്പോർട്ട് നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് ദ സർവേ, അതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദ സർവേ ആണ് ബോഡി ഓഫ് ദ റിപ്പോർട്ടിൽ വരുന്നത്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഉള്ളത്, ടു ഐഡന്റിഫൈ പ്രോബ്ലംസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെ. നമ്മൾക്ക് കിട്ടുന്ന ഫുഡ് അവൈലബിലിറ്റി പ്രോബ്ലംസും ഫുഡിന്റെ ക്വാളിറ്റിയെ കുറിച്ചും വാട്ടറിന്റെ ഒക്കെ വെള്ളത്തിന്റെ ഒക്കെ ക്വാളിറ്റി അല്ലെ, അതിന്റെ മെച്ചം, ക്വാളിറ്റിയെ കുറിച്ചൊക്കെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് കിട്ടുന്നത് എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മാർക്കറ്റിലെ ഡിമാൻഡുള്ള വസ്തുക്കൾ എന്താണ്, അതിന്റെ സപ്ലൈനെ കുറിച്ച്. ടു ഗാദർ പബ്ലിക് ഒപ്പീനിയൻ ഓൺ പോസിബിൾ സൊല്യൂഷൻ, പോസിബിൾ സൊല്യൂഷനെ കുറിച്ചുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ, എന്തൊക്കെ പരിഹാരം കാണാമെന്നുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ്. ദെൻ മെത്തേഡ് ഓഫ് സർവേ, അത് കണ്ടുപിടിക്കാൻ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വാസ് പ്രിപ്പയർഡ് ആൻഡ് ഷെയർഡ് വിത്തിൻ 25 ഹൗസ് ഹോൾഡ് ഇൻ അവർ നൈബർഹുഡ്. ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് മുഴുവൻ ആളുകൾക്ക് കൊടുക്കല്ലോ, ഒരു 25 അയൽവാസികൾക്ക് അത് സാമ്പിൾ എടുത്തു. സാമ്പിൾ 25 ഫാമിലി സെലക്ടഡ് റാൻഡംലി ഫ്രം ഡിഫറെന്റ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ. വെറുതെ എല്ലാവരുടെ അടുത്തേക്കും പോയേക്കല്ല, ഡിഫറെന്റ് സാമ്പത്തികവും സാമൂഹികപരമായിട്ടൊക്കെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു 25 ഫാമിലിയുടെ അടുത്തു നിന്നാണ് സാമ്പിൾ കളക്ട് ചെയ്തത്. കീ ഫൈൻഡിങ്സ്.
ഇനി അതിന്റെ ഫൈൻഡിങ്സ്, കണ്ടുപിടുത്തങ്ങൾ 64 അല്ലെ 64% ഓഫ് ഹൗസ് ഹോൾഡ് റിപ്പോർട്ടർ കൺസേൺ അബൌട്ട് പെസ്റ്റിസൈഡ് യൂസ് ഇൻ വെജിറ്റബിൾസ് അല്ലെ. ഒരു റിപ്പോർട്ട് പറയുന്ന 65% ആളുകളും വിഷവസ്തുക്കൾ, രാസവളങ്ങളും വിഷവസ്തുക്കളെ ചേർത്തുള്ള വെജിറ്റബിൾസ് ആണ് കഴിക്കുന്നത്. 72% കംപ്ലൈന്റ് അബൌട്ട് ഇറഗുലർ സപ്ലൈ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. 70% ആളുകളും ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് തന്നിട്ടുള്ളത്. 58 ഡിപ്പെൻഡ് ഓൺ ദ ബോട്ടിൽഡ് വാട്ടർ. 58% ആളുകളും കുടിവെള്ളം ബോട്ടിൽഡ് വാട്ടറിനെയാണ് ആശ്രയിക്കുന്നത്. 42 യൂസേഴ്സ് ഫിൽറ്റർ ബോയിൽഡ് വാട്ടർ. 42% ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽറ്റർ ചെയ്ത വെള്ളം, തിളപ്പിച്ച വെള്ളവും കുടിക്കുന്നുണ്ട്. മെജോറിറ്റി പ്രിഫർ ഓർഗാനിക് ഫുഡ്. എല്ലാവരും ഓർഗാനിക് ഫുഡ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ഫൈൻഡ് ഇറ്റ് എക്സ്പെൻസീവ്. പക്ഷേ ഓർഗാനിക് ഫുഡ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? പല ടൗണിലും ഓർഗാനിക് പച്ചക്കറി കട ഉണ്ടാവും. ഓർഗാനിക് പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് അവരിടുന്ന ആ ഒരു പച്ചക്കറിയുടെ വില ഭയങ്കര എക്സ്പെൻസീവാ. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യാണ്, വിഷമടിച്ചിട്ട് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന പച്ചക്കറി റോഡ് സൈഡ് കിട്ടുമ്പോൾ വാങ്ങുകയാണ്. കാരണം എന്തുകൊണ്ടാണ്, അത് അവരെ കൊണ്ട് അത് എക്സ്പെൻസ് താങ്ങുന്നുള്ളൂ. ഓർഗാനിക് പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 20 രൂപക്കൊക്കെ കിട്ടുന്ന സാധാരണ റോഡ് സൈഡ് കിട്ടുന്ന തക്കാളിക്ക് ഓർഗാനിക്കിൽ കയറുമ്പോഴത്തേന് 60, 70, 80 രൂപ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് സാധാരണക്കാരെ കൊണ്ട് താങ്ങാതെ ആകുമ്പോൾ അവര് എന്ത് ചെയ്യണം, ഈ വിഷം അടിച്ചിട്ടുള്ള പച്ചക്കറി വാങ്ങി കഴിക്കാൻ. അപ്പൊ എക്സ്പെൻസീവ് ആണ് ഈ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫുഡിന്. ഓക്കെ, ഡിസ്കഷൻ. പ്രോബ്ലം ഐഡന്റിഫൈ. അൺസേഫ് പെസ്റ്റിസൈഡ്സ് ലെവൽ ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെ. ഈ പെസ്റ്റിസൈഡ്സിന്റെ ലെവൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും ചേർക്കുന്നത് ഒട്ടും സേഫ് അല്ലാത്ത. ആൻഡ് കണ്ടിന്യൂറ്റ് ഇറഗുലർ വാട്ടർ സപ്ലൈ. എന്താണ്, കറക്റ്റ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യാത്തത്. ഹൈ കോസ്റ്റ് ഓഫ് ദ ഓർഗാനിക് പ്രൊഡ്യൂസ്. ഭയങ്കര റേറ്റ് ഉള്ള ഈ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റിനൊക്കെ ഭയങ്കര റേറ്റ്. ലാക്ക് ഓഫ് അവയർനെസ് ഓഫ് ഫുഡ് ഹൈജീൻ ആൻഡ് സ്റ്റോറേജ്. ഫുഡ് ഹൈജീനെ കുറിച്ചും സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ലാക്ക് ഓഫ് അവയർനെസ് ആളുകളിൽ ഉണ്ട്. ഓക്കെ, പോസിബിൾ സൊല്യൂഷൻ. ഇനി നമുക്ക് പരിഹാരം കൊടുക്കാം. പ്രൊമോട്ട് ഓർഗാനിക് കിച്ചൺ ഗാർഡൻ ത്രൂ സ്കൂൾ ഓർ കമ്മ്യൂണിറ്റി. നിങ്ങൾ സ്കൂളിലൂടെയൊക്കെ ഈ ഓർഗാനിക് ഗാർഡൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. വീട്ടിലൊരു പച്ചക്കറി ഉണ്ടാക്കുക, പച്ചക്കറി തോട്ടം, അങ്ങനെയുള്ള പരിപാടി കേട്ടോ. സെറ്റപ്പ് ലോ കോസ്റ്റ് വാട്ടർ ഫിൽറ്റർ ത്രൂ CRS പാർട്ണർഷിപ്പ് അല്ലെ. ഈ പറഞ്ഞ പോലെ വളരെ ലോ കോസ്റ്റിലുള്ള വാട്ടർ ഫിൽറ്റർ എല്ലാ വീട്ടിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. ഓർഗനൈസ് അവയർനെസ് ഗൈഡ്സ് ഓൺ ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ അല്ലെ. ആളുകളിലോട്ട് ഫുഡ് സേഫ്റ്റിയെ കുറിച്ചും ഹൈജീൻ, വൃത്തിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു അവയർനെസ് കൊടുക്കാം. എൻകറേജ് ഫാർമേഴ്സ് ടു സ്വിച്ച് ടു ഓർഗാനിക് മെത്തേഡ് വിത്ത് സപ്പോർട്ട് ഫ്രം സോഷ്യൽ ഓണ്ടർപ്രണേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഓർഗാനിക് മെത്തേഡിലോട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം. Then conclusion. This survey highlight the clear need for affordable, safe food and the clean water. Okay. ഇതെന്തിലോട്ട് ക്ലീൻ വാട്ടറും സേഫ് ആയിട്ടുള്ള ഫുഡും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഹൈലൈറ്റ് ആണ് ഈ സർവേ കൊടുക്കുന്നത്. Social ownership has immense potential to address these issues through substantial practice, awareness of action. Okay, then ഈ ഒരു സോഷ്യൽ ഓണർഷിപ്പിലൂടെ ഇവർക്ക് എന്താണ് ഇതിലൂടെ എന്ത് ഇഷ്യൂ ആണ് ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നത്? ഇവരുടെ അവയർനെസ് കൊടുത്തിട്ടും ഇന്നോവേഷൻ കൊടുത്തിട്ടും ഒക്കെയാണ് ഇവർ ഈ ഒരു ഇഷ്യൂ പരിഹരിക്കപ്പെടുന്നത്. ആസ് റെസ്പോൺസിബിൾ സ്റ്റുഡൻസ് ആൻഡ് ഫ്യൂച്ചർ സിറ്റിസൺ വി ക്യാൻ ടേക്ക് സ്മോൾ സ്റ്റെപ്പ് ലൈക്ക് പ്രൊമോട്ടിങ് കിച്ചൺ ഗാർഡൻ അല്ലെ. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ, ഒരു വളർന്നു വരുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ടിങ് കിച്ചൺ ഗാർഡൻ, അടുക്കളത്തോട്ടത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ കൺസർവേഷൻ, വെള്ളം സേവ് ചെയ്യുന്നതിനെ കുറിച്ച് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. Sample questionnaire for sectors food and drinking water. Where do you usually buy your vegetables and fruits? എവിടെ നിന്നാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങുന്നത്? ഇതാ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ആളുകളിലോട്ട് കൊടുത്തു എന്ന് പറയുന്നത്. ദെൻ ആർ യു കൺസേൺഡ് അബൌട്ട് ദ യൂസ് ഓഫ് പെസ്റ്റേഴ്സ് ഇൻ യുവർ ഫുഡ് അല്ലെ. നമ്മുടെ ഫുഡിലൊക്കെ വിഷം അടിച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൺസേൺ ആണോ? നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ ബോധേടാണോ? വുഡ് യു പ്രിഫർ ടു ബൈ ഓർഗാനിക് ഫുഡ് ഇഫ് യു വർ അഫോർഡബിൾ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓർഗാനിക് ഫുഡ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആകുമോ എന്നാണല്ലോ, നിങ്ങൾ സെലക്ട് ചെയ്യുമോ? ഹൗ ഡു യു ഗെറ്റ് ഡ്രിങ്കിങ് വാട്ടർ? എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത് എന്നുള്ളത്. ഡു യു ഫീൽ ദ വാട്ടർ യു ഡ്രിങ്ക് ഇസ് ക്ലീൻ ഓർ സേഫ്? നിങ്ങൾ കുടിക്കുന്ന വെള്ളം വൃത്തിയാണോ എന്നൊക്കെ ഓക്കെ ആണോ എന്നുള്ളതാണ്. നിങ്ങൾ സേഫ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹാവ് യു ഫേസ്ഡ് എനി ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫുഡ് വാട്ടർ ക്വാളിറ്റി? ഫുഡും വാട്ടർ ക്വാളിറ്റി നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? Are you willing to attend awareness programs related to food safety? അല്ലേ, നിങ്ങൾ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ റെഡിയാണോ? വാട്ട് സ്റ്റെപ്പ് ഡു യു ടേക്ക് ടു എൻഷുർ ഹൈജീൻ ഇൻ ദ ഫുഡ് യു ഈറ്റ്? നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എല്ലാം വൃത്തിയുള്ള ഫുഡായി കഴിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഡു യു തിങ്ക് കമ്മ്യൂണിറ്റി ഗാർഡൻ ഓർഗാനിക് ഫാം ഷുഡ് ബി എൻകറേജ്ഡ്? ഈ കമ്മ്യൂണിറ്റി ഗാർഡനും ഓർഗാനിക് ഫാമിനെയൊക്കെ നിങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ടോ?
ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് ഇസ് ദ ബെസ്റ്റ് വേ ടു മേക്ക് സേഫ് ഫുഡ് ആൻഡ് വാട്ടർ അക്സസിബിൾ ടു ഓൾ? അല്ലേ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ബെസ്റ്റ് വേ ഓഫ് സേഫ് ഫുഡും വാട്ടർ അക്സസിബിൾ ടു ഓൾക്കും എല്ലാവർക്കും കിട്ടാനുള്ള മാർഗം? സ്റ്റെപ്പ് 2 അല്ലെ, ഒരു സ്റ്റെപ്പ് 2 ആയിട്ട് പറയുന്നത് കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ന്യൂ സ്റ്റാർട്ടപ്പ് ഫോർ ദ ന്യൂ കേരള. ന്യൂ കേരളയിലുള്ള ന്യൂ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകൾ സെമിനാർ കണ്ടക്ട് ചെയ്യുക. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു ഇൻവൈറ്റ് എക്സ്പെർട്ട് ഫ്രം ദ ഓർഗനൈസേഷൻ ലൈക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. നിങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ വലിയ ആളുകളെയൊക്കെ നിങ്ങൾ ടീച്ചർ ഇൻവൈറ്റ് ചെയ്യും. യു മേ പ്രസന്റ് ദ പേപ്പർ പ്രിപ്പയർഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് ഇൻ ദ സെമിനാർ. അല്ലെ, ഈ സെമിനാറിലുള്ള ഓരോ പേപ്പറിലും നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. ഇൻക്ലൂഡ് യുവർ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻ ദ പേപ്പർ. നിങ്ങൾക്കുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവില്ലേ, നിങ്ങൾ കണ്ടെത്തിയ ഈ പ്രോബ്ലംസിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള സൊല്യൂഷനാണ് പിന്നീട് ഓണർഷിപ്പ് ആയിട്ട് മാറുന്നത് അല്ലേ. പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ വരും അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ അവരുടെ മുമ്പിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അത് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് അവതരിപ്പിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ്, സോഷ്യൽ പ്രോബ്ലംസ് കണ്ടെത്തുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. സൊല്യൂഷൻ കാണുന്നതോട് കൂടിയിട്ട് എന്തായി മാറും, ഒരു അടിപൊളിയായിട്ടുള്ള സംരംഭകരായിട്ട് മാറും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുക, നല്ല നല്ല ഐഡിയാസുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ മക്കളെ. പഠനം മാത്രമല്ല, അതിനും അപ്പുറം പല കാര്യങ്ങളും ചെയ്യാൻ ചെറിയ ചെറിയ പ്രായത്തിലുള്ളവർക്ക് സാധിക്കുമെന്നുള്ളതിന് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, അടുത്ത യൂണിറ്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.